ശ്രീ സന്ദീപ്, നമ്മൾ അല്പസമയം മുൻപ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ കൃത്യമായ ഒരു ചലനമാണ്. അല്പസമയം മുൻപ് പുറത്തു വന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ NDA സഖ്യം അത് തങ്ങൾക്ക് അധികാരം വേണം അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു എന്ന ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള കത്ത് NDA നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. എല്ലാ സഖ്യകക്ഷികളും മാത്രമല്ല, ചന്ദ്രബാബു നായിഡു തൻ്റെ നിലപാട് വ്യക്തമാക്കി. മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, വാർത്തകൾ പലതും വരും, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പല വാർത്തകളും പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളും കണ്ടിട്ടുണ്ട്, എന്നാൽ അടിവരയിട്ട് താൻ പറയുന്നു താൻ NDAയ്ക്ക് ഒപ്പമാണ് എന്ന്. 292 എന്ന സംഖ്യയിലേക്ക് NDA സഖ്യം എത്തുന്നു. 242 എന്ന നമ്പറിലേക്ക് BJP എത്തുന്നു. എത്രയൊക്കെ കൂട്ടിക്കെട്ടിയിട്ടും 233 എന്ന നമ്പറിൽ നിൽക്കുന്ന INDA മുന്നണിക്ക് ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രാധാന്യം കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ നൽകുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണാം? മാധ്യമങ്ങളുടെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ നിലപാട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് BJPയും NDAയും എന്തോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഒലിച്ചുപോയി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണം പിടിച്ച പോലെയാണ് അവരുടെ നിലപാടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് സാധാരണ പറയാറുള്ളത് പോലെ ഈ അവനവനെ പറ്റിയല്ല അവർക്ക് ആശങ്ക, അവർക്ക് BJPയെ പറ്റിയാണ് ആശങ്ക. നാം ഒരു കാര്യം മനസ്സിലാക്കണം, തുടർച്ചയായ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും 100 സീറ്റ് പോലും നേടാൻ ഇതേവരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എത്രമാത്രം അപ്രസക്തമാകുന്നു എന്നതിന്റെ തെളിവാണിത്. ഈ ഇന്ത്യ സഖ്യത്തിലെ 10-27 പാർട്ടികൾ ചേർന്ന് നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ BJP എന്ന പാർട്ടി ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട്. മുന്നണി എന്ന നിലയിൽ BJPയുടെ മുന്നണിക്ക് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം, ആ മുന്നണിക്ക് കേവല ഭൂരിപക്ഷമുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം തട്ടിക്കൂട്ടിയ ഒരു മുന്നണിയല്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിലവിലുണ്ടായിരുന്ന മുന്നണി കേവല ഭൂരിപക്ഷം നേടി അതിന്റെ അധികാരം നിലനിർത്തുമ്പോൾ അതിൽ യാതൊരു അസ്വാഭാവികതയും അവർക്കില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമാണ്. 1962 ശേഷം ഇത് ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി മൂന്നാമതും അധികാരത്തിൽ തിരികെ എത്തുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി തുടർച്ചയായി 3 തവണ ഭരണം നേടുന്നത്. ഇന്നേവരെ ഒരു മുന്നണിക്ക് ഇപ്പോൾ സാധിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിന് എവിടെയോ 90 സീറ്റ് കിട്ടി, അല്ലെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന ഒറ്റ കാരണം കാണിച്ച് ആ ജനാധിപത്യത്തെ ഇകഴ്ത്താനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് ഇവർക്ക് ജനാധിപത്യത്തിൽ എപ്പോഴും തിരിച്ചടിക്കാനുള്ള കാരണം. ഇന്ത്യയിലെ ജനങ്ങളാണ് തീരുമാനിച്ചത്. സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടിക്ക് നാം പ്രതീക്ഷിച്ച സീറ്റ് കിട്ടിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ജനം നമുക്ക് അത്ര സീറ്റ് നൽകിയില്ല. അത് എല്ലാ എളിമയോടും കൂടിയാണ് BJP സ്വീകരിച്ചത്. പക്ഷെ അതുകൊണ്ട് BJPക്ക് അനുകൂലം അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യത്തിന് അനുകൂലമല്ലാത്ത മാൻഡേറ്റ് അല്ല കിട്ടിയിരിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം തന്നെ ഇന്ത്യ ഭരിക്കണമെന്നാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ ചുമതലയാണ് നാം നിർവഹിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അവർക്കത് കിട്ടാത്തതിന് ഇനിയെങ്കിലും മാധ്യമങ്ങളിൽ കൂടി BJPയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും അവർക്ക് വോട്ട് ചെയ്ത കോടിക്കണക്കിന് ജനങ്ങളെയും ഇവരെ ഇകഴ്ത്തുകയാണ്, അപഹസിക്കുകയാണ്. ആ പരിപാടി പ്രതിപക്ഷം അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സന്ദീപ്, ഒറ്റ കാര്യം കൂടി, ഈ അധികാരമുണ്ടെങ്കിൽ മാത്രമേ, അല്ല അധികാരം ലക്ഷ്യം വെച്ച് മാത്രം രൂപപ്പെടുത്തിയ ഒരു അവിയൽ മുന്നണിയാണ് ഇന്ത്യ സഖ്യം. ഇപ്പോൾ മത്സരിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ല, പരസ്പരമാണ് മത്സരിക്കുന്നത്. കേരളത്തിലും അങ്ങനെ തന്നെയാണ് മത്സരിക്കുന്നത്. അങ്ങനെ പലയിടങ്ങളിലും അത്തരത്തിലാണ്. ഇപ്പോൾ നമ്പറുകൾ കൂട്ടുമ്പോൾ ഇതിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംഖ്യയും ഒക്കെ ഈ 232 വരുന്നുണ്ട്. അധികാരത്തിലേക്ക് എന്തായാലും ഇന്ത്യ സഖ്യം എത്തുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്താകും ഈ അവിയൽ മുന്നണിയുടെ ഭാവി എന്നൊരു കൗതുകമുണ്ട്. കാരണം മഹാരാഷ്ട്രയിൽ നിന്ന് ശിവസേന, അവരോടൊപ്പമുള്ള ഇന്ത്യ സഖ്യത്തിനോടൊപ്പമുള്ള ശിവസേന ഇന്നത്തെ ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെ പല പല രാഷ്ട്രീയ അനിശ്ചിതത്വം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ അവിയൽ കൂട്ടുകെട്ടിൽ ഉണ്ടാകുന്നുണ്ട്. അവര് നമുക്കറിയാമല്ലോ, അധികാരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കൂട്ടുകെട്ടാണ് ഈ ഇന്ത്യ സഖ്യം. പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന പാർട്ടികൾ, അഴിമതിയുടെ പേരിൽ പരസ്പരം ആരോപണം ഉന്നയിച്ചിരുന്നവർ, അന്വേഷണ ഏജൻസികൾക്ക് പരാതികൾ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്ന പാർട്ടികളാണ് ഇവരെ. അപ്പൊ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് ഇറക്കുക എന്ന ഒറ്റ ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അധികാര കൊതിമൂത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു മുന്നണിയാണിത്. അതിനെ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും BJPക്ക് ചില ഇടങ്ങളിൽ നാം പ്രതീക്ഷിച്ച നേട്ടമുണ്ടായിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണിക്കോ അവരുടെ ഘടകകക്ഷികളായ ഒരു പാർട്ടിക്കുമോ ഇന്ത്യയുടെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറല്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. നിന്നും നാം പഠിക്കാനുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് മാറിക്കൊണ്ട് BJPയെയും ദേശീയ ജനാധിപത്യത്തെയും അപഹസിക്കാൻ, ഈ ജനവിധിയെ
അവഹേളിക്കാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത്. അതൊരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. എന്തായാലും അടുത്ത 5 വർഷം ദേശീയ ജനാധിപത്യ സഖ്യം തന്നെ ഭാരതം ഭരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. വളരെ നന്ദി സന്ദീപ് വാജ്പേയി സമയം ജനൻ ടിവിയോട് പ്രതികരിച്ചു.